ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഞാൻ തന്നെ വരച്ചൊരു കുറച്ച് പടങ്ങളൊക്കെയാണ് മതിലിൽ. അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, ഇത് കൊറോണ സമയത്ത് നേരത്തെ വരച്ചതാണ്. ഇത് നമ്മുടെ വീടിന് മുന്നിലിരിക്കുന്ന കുറച്ച് ചെടികളൊക്കെയാണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ. ഒരു വള്ളിച്ചെടിയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ട് പടർത്തി വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് മുൻവശമാണിത്. അത് നമ്മൾ കുറച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനല്ല, അച്ഛൻ ഉണ്ടാക്കിയതാണ്. അച്ഛൻ നന്നായിട്ട് കുറേ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാകും, കുറേ ഡിസൈനിലൊക്കെ ഉണ്ടാക്കും. നേരത്തെയൊക്കെ ഉണ്ടാക്കി അച്ഛൻ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, വീട്ടിലാവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ചെടിയും നട്ടിട്ടില്ല, ഉടനെ അത് നമ്മൾ നടുന്നതാണ്. ഇത് ഞങ്ങളുടെ ഹണിയാണ്. പുള്ളിക്കാരി മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ തണുപ്പിടിച്ചിരിക്കുകയാണ്. നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം. വീട്ടിനകത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് സൈഡിലായിട്ട് ഒരു പിക്ചറുണ്ട്. അതിന് മുന്നേ കാശിമോൻ്റെ ഒരു ജിപ്സി വണ്ടി കണ്ട് പരിചയപ്പെട്ടേക്കാം. ഇതാണ് നമ്മളെ ഒരു പിക്ചർ. ഇത് കാണുമ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ട് ഇത് ഒരു സ്റ്റിക്കറാണ്. അല്ല, ഞാൻ വരച്ചത് തന്നെയാണ്. ഇത് നമ്മുടെ വിശാലമായൊരു ഹാളാണ്. ഇത് നമ്മുടെ കുറച്ച് ഒരു സോക്കേഴ്സാണ്. കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഇത് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസായിരുന്നു. ഞാനും വൈഫും അമ്മയും അനിയനും പിന്നെ കാശിമോൻ്റെ ജനിച്ചപ്പോൾ മുതൽ 1 വയസ്സായിട്ടുള്ള ഫോട്ടോസും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ആൽബമാണ്. ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഇത് കുറച്ച് ഇതെല്ലാം ഒരു ഹാള്, വലിയ വിശാലമായ ഒരു ഹാളാണ്. നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് നമ്മുടെ അക്വേറിയമാണ്. അക്വേറിയത്തിനകത്ത് ഇപ്പോൾ മീനൊന്നുമില്ല, കുറേശ്ശെ ഉണ്ടായത് അതെല്ലാം ചത്തുപോയി. അതിനുശേഷം നമ്മൾ വാങ്ങിച്ചിട്ടില്ല, ഇനി വൃത്തിയാക്കി ഇനി അത് വാങ്ങിച്ചിടണം. ഇത് അനിയൻ്റെയും എൻ്റെയും അമ്മയുടെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ആൽബമാണ്. ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൻ്റെ ഭിത്തിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് നമുക്ക് അവിടെ ഹാളിലോട്ട് പോകാം. ഇത് ഈ മേളിൽ കാണുന്നത് എന്ന് പറയുന്നത് ബോട്ടിൽ ആർട്ടാണ്. ഞാൻ കൊറോണ സമയത്ത് കുത്തിയിരുന്ന് വരച്ചതൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ റൂമാണ്, അനിയൻ്റെ റൂമാണ്. പുള്ളിക്കാരൻ സ്ഥലത്തില്ല, പുള്ളിക്കാരൻ ഗൾഫിലായതുകൊണ്ട് റൂം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ടി വിയും കാര്യങ്ങളൊക്കെയാണ്. ഭിത്തിയിലൊക്കെ കുറച്ച് പൊടിപ്പൊക്കെ വീണിട്ടുണ്ട്. അത് വെള്ളം പിടിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇത് അമ്മയുടെ റൂമാണ്. അമ്മ അധികം നല്ല വൃത്തിയോടെയൊക്കെയാണ് റൂം കൈകാര്യം ചെയ്യുന്നത്, കൊണ്ട് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഇത് നമ്മുടെ കിച്ചനാണ്. കിച്ചൺ അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അച്ഛൻ ഇതിനകത്ത് വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഞ്ചിനീയർമാരുടെ ഒന്നും വർക്കുകളല്ല. അച്ഛൻ കൺസ്ട്രക്ഷൻ ഫീൽഡായതുകൊണ്ട് പുള്ളിക്കാരൻ്റെ തന്നെ ഐഡിയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. അപ്പം ഇവിടെ പുകയില്ല തടുപ്പൊക്കെയാണ്. അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് മഴയായതുകൊണ്ട് തുണിയല്ല, കുറച്ച് തൊണ്ടും അതൊക്കെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ വീണ്ടും നമ്മുടെ ഹാളാണ്. നമ്മൾ ഹാളിൽ നിന്ന് കണ്ട വെളിയിലോട്ട് വിശാലമായൊരു സിറ്റ് ഔട്ടാണ്. വളരെ ഇതായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കണ്ട പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ.